ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സൂപ്പർ സൗമ്യ. ഇന്ന് ശ്രീകൃഷ്ണൻ ജയന്തി. ഇതാണ് എൻ്റെ ശ്രീകൃഷ്ണൻ, എൻ്റെ അച്ചുക്കുട്ടൻ. എങ്ങനെയുണ്ട്? മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. ജന്മാഷ്ടമി ഘോഷയാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് അച്ചുക്കുട്ടനെ. ഘോഷയാത്ര തുടങ്ങുന്നത് തിരുവനന്തപുരം പാളയത്തുള്ള ഗണപതി കോവിലിൻ്റെ മുന്നിൽ വെച്ചാണ്. ഘോഷയാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന രോഹിണി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനമാണ് കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. കുട്ടിക്കണ്ണന്മാരെ വീഡിയോ എടുക്കാനുള്ള തിരക്കായിരുന്നു അവിടെ. ഹൈന്ദവതയിൽ വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാനമായ ഉത്സവമാണ്. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടക്കുന്നു. 2024 ശ്രീകൃഷ്ണ ജയന്തി ഓഗസ്റ്റ് 26 അച്ചുക്കുട്ടനെ ശ്രീകൃഷ്ണനായിട്ട് ഒരുക്കി കൃത്യം 4 മണിക്ക് തന്നെ ഞങ്ങൾ തിരുവനന്തപുരം പാളയത്തുള്ള ഗണപതി കോവിലിൻ്റെ മുന്നിലെത്തി. ഘോഷയാത്ര അപ്പോൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോഴേക്കും അച്ചുവിൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു. ആ ഫ്രണ്ടുമായി ചേർന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം നിരവധി കുഞ്ഞി കൃഷ്ണന്മാരെ ഞങ്ങൾ കണ്ടു. ഘോഷയാത്ര കൃത്യം 5 മണിക്ക് തന്നെ ആരംഭിച്ചിരുന്നു. ഇവിടെ വെച്ച് അച്ചുക്കുട്ടൻ്റെ രാധയായി കൃഷ്ണേന്ദു എന്ന ഒരു കുഞ്ഞു രാധയെയും കണ്ടെത്തി. കുറച്ച് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പാളയം ഗണപതി കോവിലിൻ്റെ മുന്നിൽ നിന്നും തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിലുള്ള പുത്തരിക്കണ്ടം മൈതാനം വരെയായിരുന്നു ഘോഷയാത്ര. ഘോഷയാത്ര കൃത്യം 5 മണിക്ക് തന്നെ തുടങ്ങിയിരുന്നു. ഘോഷയാത്രയുടെ വിവിധ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഘോഷയാത്രയുടെ അവസാനം ഞങ്ങൾ പുത്തരിക്കണ്ടത്തെത്തി. അവിടെ നിന്നും പ്രസാദം ലഭിക്കുകയും പ്രസാദം വാങ്ങിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്തു. കൃഷ്ണനായിട്ട് അച്ചുവിനെ ഒരുക്കിയത് ഞാനാണ്. ഇതെങ്ങനെയുണ്ട്? അച്ചുവിനെ ഒരുക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.